തലത്തുരുത്ത് ചിന്താ തിയേറ്റേഴ്സിന്റെ 47ാമത് വാർഷികത്തോടനുബന്ധിച്ച് ചിന്തയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കോമഡി ഷോയിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. രംഗത്ത് NK രമേശ്, റിജേഷ് MJ, സിജു TP, സരീഷ്, രാഹുൽ, ഷിബു TS, MS ബിനു, സജീഷ് മഞ്ഞലി, അജല കുമാരി, ജിനിമോൾ നാരായണൻ. മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം. സൗഹാർദ്ദത്തിന്റെയും സമത്വത്തിന്റെയും പുതിയ പ്രതീക്ഷകളുമായി സദാശിവനുമുണ്ടൊരു ഓണം. ഇത്തവണത്തെ ഓണം നമുക്ക് സദാശിവന്റെ കൂടെ ആഘോഷിക്കാം. അപ്പനില്ലേ തിന്താര, ഞങ്ങൾക്കമ്മയില്ലേ തിന്താര, ഞങ്ങൾക്കാരുമില്ലേ തിന്താര, ഞങ്ങളെങ്ങു പോണു തിന്താര. എന്നെ കെട്ടിക്കൊണ്ടുവന്ന അന്ന് പോലും കേൾക്കാൻ തുടങ്ങിയത് നിങ്ങളുടെ ഈ തിന്താര. ഇനിയോട് മിണ്ടി പോകരുത്. എടി, 3 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടവരുടെ വേദന നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതാ 3 വയസ്സിൽ തന്നെ തീരണായിരുന്നു. ഇത് 36 വയസ്സായപ്പോഴാണ് അച്ഛൻ നഷ്ടപ്പെട്ടതിന്റെ വേദന. ദേ, എനിക്കും ഉണ്ടായിരുന്നു ഒരച്ഛൻ. അങ്ങേര് മരിച്ചെന്ന് കരുതി ഞാൻ ഇപ്പോഴും ഇവിടെ കരഞ്ഞോണ്ടിരിക്കണോ? നിന്റെ അച്ഛൻ മരിച്ചു പോയല്ലേ? എന്റെ അച്ഛൻ എന്റെ 3ാമത്തെ വയസ്സ് നാട് വിട്ടു പോയത് അറിയാവാ? അതാണ്. എങ്ങനെയാ എന്റെ അച്ഛൻ നാട് വിട്ടു പോയെന്ന് അറിയാവാ? എനിക്ക് ഈ കഥകളൊന്നും കേൾക്കണ്ട. എന്നാലും നീ കേൾക്കണം. അതെ, ഒരു ദിവസം അച്ഛൻ ചോറ് തിന്നോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ 2ാമത് അമ്മയുടെ ഒരു മീൻ വറുത്തത് ചോദിച്ചു. അമ്മ അത് കൊടുത്തില്ല. അമ്മ അച്ഛൻ കൂടെ 100 പറഞ്ഞു. നിറ കണ്ണുകളൂടെ എന്റെ അച്ഛൻ ഇവിടെ ഇറങ്ങിപ്പോയത് അറിയാമോ? അച്ഛൻ പോയതിന്റെ പിറ്റേ ദിവസം പോലെ ഞങ്ങൾ മീൻ പിടിച്ച് വറക്കും. എന്തിന്? ഈ വറുത്ത മീനിന്റെ മണം കേൾക്കുമ്പോ എന്റെ അച്ഛൻ തിരിച്ചു വരില്ല എന്ന് കരുതി. പിന്നെ വറുത്ത മീനിന്റെ മണം കേട്ട് തിരിച്ചു വരാൻ നിങ്ങളെ അച്ഛൻ എന്താ കണ്ടപൂച്ചയാണോ? കളിയാക്കല്ലേ നീ ഒരുപാട്. എന്റെ അമ്മ എങ്ങനെ മരിച്ചെന്ന് നിനക്കറിയാവോ? ഓ, ഈ കഥകളൊക്കെ കേട്ടിട്ട് എന്റെ ചെവി വേദനിക്കണം. നീ കേൾക്കണം. ഒരു ദിവസം ഞാൻ നോക്കുമ്പോ 5 കിലോ പെടക്കട കരിമീൻ മേടിച്ചോണ്ട് എന്റെ അമ്മ വരികയും കുരുമുളക് ഇട്ട് അമ്മ അതങ്ങോട്ട് വറുത്ത് വെച്ച് ഏതോ കണ്ടം പൂച്ച അത് കട്ടോണ്ട് പോയി. അതറിഞ്ഞ അറ്റാക്കിലാണ് അമ്മ എത്തുന്നത്. ഓ, നിങ്ങൾ ഇങ്ങനെ കലവിലെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കും മനുഷ്യ. നാളെ ഒന്നുമില്ലല്ലോ, ഒരു ഓണം അല്ലേ? എന്റെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ കുറെ വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ പിടിപ്പത് പണിയുണ്ട്. നാളെ പച്ചക്കറി മാത്രമാക്കട്ടെ ഓണാക്കിട്ട് 5 കിലോ കരിമീൻ മേടിച്ച് ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അത് കുരുമുളക് ഇട്ട് നീ ഫ്രൈ ചെയ്ത് വെക്കണം. പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണോ? ഓണത്തിന്റെ ഇടയ്ക്ക് മീൻ വറുത്തത് കൊണ്ട് വിട്ടെന്ന്. ഓണമൊന്നുമല്ല, എനിക്ക് അച്ഛനാ വലുത് അറിയാവാ. മീൻ വറുത്ത വെച്ചേ നീ പോയിട്ട്. നിങ്ങൾ അതൊന്നും പറഞ്ഞോണ്ടിരിക്കും. ഞാൻ എന്റെ പാട്ടിന് പോവാ. നീ പോയി കിടന്നു. എനിക്ക് ഉറക്കം വരികയല്ലടി. എന്റെ അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണ് അറിയാവാ. എന്നെ പെറ്റ മണ്ണേ, നിന്നെ മണ്ണാൻ പറ്റെങ്കിൽ പിന്നെ നിനക്ക് അങ്ങനെ അച്ഛനുണ്ടാവൂടാ. ഒരു വഴിപോക്കനാണ്. എനിക്ക് അച്ഛനില്ലേ. ഇപ്പൊ കറക്റ്റായി. ആരാണ് ഞാൻ പറഞ്ഞതിന് മറുപടി പറയാൻ വാത് കഴിക്കണത്? പിന്നെ വഴിപോക്കനാ. എനിക്കച്ഛനില്ലേ നിന്താര, എന്റെ അമ്മയും പോയേ നിന്താര. സദാശിവ മഹാബലിയ, ഇത്തവണത്തെ ഈ പൊന്നോണം നിന്റേതാണ്. നാളെ ഈ ഓണദിനത്തിൽ നീ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അയാൾ നിന്നെ തേടിയെത്തും. മഹാബലിയല്ലേ എന്നോട് സംസാരിച്ചത്? ഞാൻ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നു അയാൾ എന്നോടൊപ്പം ഓണം ഉണ്ണാ എത്തുമെന്ന്. എന്റെ അച്ഛൻ വരുമെന്ന്. അപ്പൊ ഇത്തവണത്തെ ഓണം ഞാൻ അടിച്ചു പൊളിക്കും. അവിടെ അങ്ങനെയല്ല, മര്യാദ ഞാൻ ഇത്ര വലിയ ഭംഗിയായിട്ട് ചെയ്തു വെച്ചാൽ കണ്ട. അങ്ങനെ അതെ, കറിയൊക്കെ വേവിച്ചാ? എല്ലാം വേവിച്ചു. പായസം 2 പേരും ഓക്കെ ആണല്ലോ? പിന്നെ മധുരം കൂടുവായി? നീ എല്ലാം കറക്റ്റാ ചേട്ടാ. പപ്പടം മൂടി വെച്ചാൽ തണുത്തു പോകും. എല്ലാം മൂടി വെച്ചിട്ടുണ്ട്. ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ടേ? ടെൻഷനൊന്നുമില്ല. അല്ല, ചേട്ടന്റെ ഫ്രണ്ട്സ് ആർക്കും വരുന്നുണ്ടെന്ന്? അയ്യോ, കൂട്ടുകാരെല്ലാരും വരും. നിന്റെ വീട്ടിൽ നാളെ വരും, എന്റെ വീട്ടിൽ നാളെ വരും. ഇതൊന്നുമല്ല, എന്നെ കൈകൊട്ടിക്കളി ഒരു ആശാനുണ്ടല്ലോ, ആശാനും ശിഷ്യന്മാരും കൂടെ എത്തിക്കേട്ട്. പിന്നെ ഇതൊന്നും അല്ലായിട്ട് MD വരും. വണ്ടിയല്ല, എന്റെ കമ്പനിയിലെ MD. MDനൊന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്തേക്കണം. പിന്നെ പ്രൊമോഷന്റെ കാര്യം MDയുടെ കയ്യിലാണ് അറിയാം. പിന്നെ MD വർത്തായിരുന്നു. നീ വർത്തായിരുന്ന? അയ്യോ ഇല്ല. നീ മേടിച്ചു വെച്ചാൽ പോയി വറക്കടി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ട് വെറുതെ വഴക്കടിപ്പിക്കലേട്ടാ. അല്ല, പിന്നെ ഫിനിഷ് ചെയ്തു. ഓക്കെ, അടിപൊളി. അയ്യോ അറിയാ, ഹാപ്പി ഓണം. ഉച്ച കഴിഞ്ഞിട്ട് പോയപ്പോ ഷാപ്പിൽ ഷാപ്പിൽ പോകാനല്ല,
ഹാപ്പിയോണം. എന്താണ് ഇത്ര താമസിച്ചത്? ചേട്ടന് പൂക്കള മത്സരം അവിടെ പൂക്കള മത്സരം ഞാനായിരുന്നു ജഡ്ജസ്. ഞങ്ങളുടെ ടീമിന് സമ്മാനം ഫസ്റ്റ് കിട്ടിയാ? അതെ. എനിക്ക് ജഡ്ജിന്റെ കണ്ണിലൊന്നും നോക്കരുത്. എന്നെ കൊണ്ട് അറിയാവുന്ന വിധത്തിൽ ഞാനങ്ങോട്ട് തുടങ്ങി ആരെ കാണാൻ ഞാൻ. സംഭവം കുഴപ്പമില്ല. ചെറിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ബന്ധിപ്പൂവും കൂടി ഇവിടെ ഉണ്ടല്ല, ഈ ഭാഗത്ത് വെച്ച് വൃത്തിയാണ് കാണിച്ചത്. എത്ര രൂപ കൊടുത്ത് ഞാൻ മേടിച്ച പൂവാണെന്ന് അറിയാം ഈ കാണിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണോ ജഡ്ജായിട്ടിരിക്കണെന്ന് പറഞ്ഞു? എടാ നീ ചൂടാവല്ലേ? നിനക്കറിയാൻ പാടില്ലേ ചേട്ടനെ പണ്ട് ഷോക്ക് അടിച്ച കാര്യം? ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ വരുവടാ. അതെന്റെ രോഗമാണല്ലേ, അറിയാതെ ഇങ്ങനെ ഇടക്കിടക്ക് വന്നു പോകും. ഇത് എനിക്കറിയാൻ പാടില്ല. അത് കാരണം എനിക്ക് പണിക്കും പോകാൻ പറ്റണല്ല. എന്ത് പറ്റി? മുടിവെട്ടായിരുന്നല്ല പണി. വെട്ടി ഇടക്കൊരു രോഗം വെട്ടിയിട്ടില്ല. 3 പേരെ കഴുത്ത് കണ്ടിച്ചു പറഞ്ഞപ്പോ എനിക്ക് പോലീസ് കേസാ. ഞാൻ പോലീസുകാരുടെ കൈയും കാലും പിടിച്ചാണ് ഇറക്കി കൊണ്ടുപോരാൻ വേണ്ടി ചെന്നത്. വേറെ ഞാൻ ബസ്സിൽ പണിക്ക് പോയത് ഒരാഴ്ച. ആദ്യം എന്നെ കൊണ്ട് ഡോറിൽ നിർത്തി. പക്ഷെ എന്റെ ബെല്ലടി ഇങ്ങനെ കാണിച്ചിട്ട് അപ്പൊ അവിടെ നിന്ന് പറയുന്നത് ചെക്കറായിക്കോ, ടിക്കറ്റ് കൊടുത്തോളാൻ പറഞ്ഞു. ടിക്കറ്റ് കൊടുക്കാൻ ഞാൻ അവിടെ ചെന്നപ്പോൾ ചേച്ചി എന്നെ വെച്ച് കണ്ണമാലിക്ക് ഒരു ടിക്കറ്റ് പറഞ്ഞു. ടിക്കറ്റ് അങ്ങ് കൊടുക്കല്ല, കൈ നീട്ടി അവരുടെ മാല പിടിച്ചു. അതിന് പോലീസ് പിടിച്ചിട്ട് പോയി. അതിനും ഞാൻ ചെന്ന് കറഞ്ഞു കാലു പിടിച്ച് അവര് പൊയ്ക്കോന്നും പറഞ്ഞു. പക്ഷെ എന്നെ എസ് ഐ എന്നിട്ട് ഇടിച്ച്. അതെന്തിനാണ് വെറുതെ പൊക്കോളാൻ പറഞ്ഞ. അപ്പൊ ഒരു നന്ദി വാക്ക് പറഞ്ഞ ഞാൻ തൊഴുതാ. അപ്പൊ ഈ സംഭവം 3 കുത്ത എസ് ഐയുടെ മുഖത്തട്ട് തൊപ്പിയും തെറിച്ചു പോയി. അതെ, ഞാനൊരു കാര്യം പറയാം. ഓണം കഴിഞ്ഞ ഉടനെ ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് നമുക്ക് ഇതങ്ങോട്ട് മാറ്റണം. ഞങ്ങളിത് വന്നു കയറിയുള്ളൂ. ഇപ്പൊ വന്നേള്ളു. അയ്യോ, ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തുള്ളൂ. നീ ചായ ചേട്ടനോട് ചായ ആർക്ക് കൊടുത്താലും ഞാൻ കുടിച്ച എല്ലാവരും കുടിച്ച പോലെ ഒരു മാറ്റം ഇല്ലട്ടോ. ചായ കറക്റ്റ്. വേണ്ടല്ല ചൂടാവല്ലേ, ചായ വേണ്ടാഞ്ഞിട്ടല്ല. മുമ്പ് അളിയനെ ഷോക്ക് അടിച്ചാണല്ലോ 11 കേവിന്ന് അന്ന്. അതിനുശേഷം ഇപ്പൊ ഇടക്കിടക്ക് ഇങ്ങനെ വരുമെന്ന് അസുഖമാണെന്ന്. അസുഖം മാത്രമാണോ ഈ മുടിയിരിക്കണണ്ടാ? ഇതാ കണ്ണടിച്ചപ്പോ സംഭവിച്ചതാ. അളിയൻ തന്നെയാണ്. അതെ അളിയ, എന്റെ കമ്പനിയിൽ MD വരും. പിന്നെ കൈകൊട്ടി കളി ഓടിപ്പിക്കുന്ന എന്റെ ആശാൻ വരും. പിന്നെ കുറച്ച് ബന്ധുക്കൾ എല്ലാരും വരും. എല്ലാരും കൂടി അടിച്ചു പൊളിക്കാം. അപ്പൊ അകത്ത് പോയി ചായ കുടിക്കാം. ഞാൻ ഈ കള്ളൊന്ന് റെഡിയാക്കി ഇനിയിപ്പോ ഒരു കാര്യം ചെയ്ത് ഇങ്ങനെ കിടക്കണം. ഒരു വെറൈറ്റിക്ക് കൊള്ളാം, നല്ല ഡിസൈൻ ആണല്ലോ, അടിപൊളിയായിട്ട്. എടാ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മാഷ എന്ന് വിളിക്കരുന്ന്. പിന്നെ എടാ നിങ്ങളെയൊക്കെ കൈകൊട്ടി കളി പഠിപ്പിക്കുന്ന ആശാനാണ് ഞാൻ, ദാസനാശാൻ. അപ്പൊ ആശാനെന്ന് വിളിച്ചാൽ മതി. ആശാനെ എന്ന് വിളിച്ചാൽ മതി. ഇതും പറഞ്ഞു ഇവിടെ നിന്നോ. ഇന്നാട്ടാ പൂജാ ക്ലബ്ബിൽ കൈകൊട്ടിക്കളി മത്സരം. എടാ ഏത് ക്ലബ് ആയിക്കോട്ടെ, ഈ രാഗം വളർന്നകാരന്റെ ആശാനല്ലേ ദാസനാശാൻ ചെന്ന് 2 കൈയടിച്ച് കഴിഞ്ഞാൽ പ്രൈസ് നമുക്കായിരിക്കുള്ളൂ. ആ ശങ്കുല ടീമൊക്കെ ഉണ്ട് അവിടെ. എടാ ഏത് ചങ്കുലി ഉണ്ടായാലും നമുക്ക് എന്താണ്, നമ്മ അടിച്ച് പൊളിക്കൂലെന്ന് ഇവിടെ. ഞാനേ കുറെ നാളെ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കാൻ എന്താണ് തുടങ്ങി. സംഭവത്താണ്? കഴിഞ്ഞ വർഷം നമ്മുടെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരമില്ലേ, ഞാനാണ് അവരെ കൈകൊട്ടിക്കളി പഠിപ്പിച്ചത്. അതെങ്ങനെയാ എന്റെ കാര്യം? അതിന്റെ കാര്യം ഞാൻ ആ പെണ്ണുങ്ങളുടെ ഇടയ്ക്കൊന്നും പേരക്കേരുത്തില്ല, തകർക്കേരുത്തി ഞാൻ അവിടെ കിടന്നു. ആണോ? എന്നിട്ട് ഞാനത് മത്സരം കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളെല്ലാം കൂടി ആശാനിട്ട് തകർത്തുന്നതാണല്ലോ. ആര് പറഞ്ഞു? അവസാനം ആശാൻ ഉടുമുണ്ട് പോലും ഇല്ലാതെ ഞണ്ടുപോയത് ഇങ്ങനെ പോയത്. അനാവശ്യം പറയരുത്. ഉടുമുണ്ടില്ലാതൊന്നുമല്ല ഞാൻ ഓടിയത്. പിന്നെ 2 ക്യാമ്പൽ അപ്പുറം പിടിച്ചിട്ടാണ് ഇങ്ങനെ പോയത്. അത് കാരണം നമുക്ക് പുതിയ സ്റ്റെപ്പും കിട്ടിയില്ലേ. ഏത് സ്റ്റെപ്പ്? ഇത്തവണത്തെ തത്തമ്മയുടെ പാട്ടില്ലേ, ആ തത്തമ്മയുടെ പാട്ട് അല്ലേ? നമ്മളെന്തിനും ഇങ്ങോട്ട് വന്ന് ഈ തിരക്കിനിടയിൽ. എടാ എന്റെ ശിഷ്യനാണ് ഇവിടുത്തെ സദാശിവൻ. ഇന്ന് അവന്റെ അരങ്ങേറ്റമാണ്. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു ആശാനെ എന്റെ വീട് വരെ വന്ന ഓണസദ്യ ഉണ്ടെന്ന് എന്നെ ഒന്ന് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നേക്കണത്. എന്നാ വിളിക്ക്. അങ്ങനെ വിളിക്കാൻ പറ്റില്ല. ദാസനാശാൻ ഇവിടെ വന്നേക്കണത് നമ്മളൊരു കളിയിലൂടെ വിളിക്കും. ഞാൻ വന്ദനം പാടും, അവരത് കേട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ സാമ്പാർ കുത്ത് കുത്തട്ടെ. മുണ്ടെടുത്ത് സാമ്പാർ കുത്ത് കുത്തറ. ഇപ്പൊ തുടങ്ങാൻ നമുക്ക് തകർക്കാം. റെഡിയാണോ? റെഡി. ഓക്കെ. വന്ദനം പാടിടാം ഇന്നു ഞാൻ വന്ദനം പാടിടാം. കെ ദാസനീ സഭയിൽ വന്ദനം പാടിടാം. വന്ദനം പാടിടാം ഇന്നു ഞാൻ വന്ദനം പാടിടാം. കെ ദാസനീ സഭയിൽ വന്ദനം പാടിടാം. വന്ദനം പാടിടാം ഇന്നു ഞാൻ വന്ദനം പാടിടാം. കെ ദാസനീ സഭയിൽ രമണ എന്ത് പൊരിക്കാണ് പൊരിച്ചത്? മതി, നാട്ടുകാർ മൊത്തം അറിഞ്ഞിട്ടുണ്ട് ഓണത്തിന് ആശാൻ എന്റെ വീട്ടിലെത്തിയെന്ന്. ആശാൻ മാത്രല്ല, എന്റെ കമ്പനിയിൽ MD വരും. പിന്നെ അളിയനൊക്കെ വന്നിട്ടുണ്ട്. അളിയനോട് അളിയാ വിളിക്കങ്ങള്. അളിയോ, ഇതാണ് ഇത് നിന്റെ അളിയനാണ്. ദാസ നീയാ.
എടാ എത്ര വർഷങ്ങളായി ഞങ്ങള് ഓണക്കളി മേഖലയിൽ കിടന്ന് തകർക്കണെന്ന് അറിയാം. ഇവന്റെ ആകം വളർന്നാണ് ക്യാപ്റ്റൻ. ഞാൻ ജനനി കലാപതിയുടെ ക്യാപ്റ്റൻ. ആഹാ ഇവർക്ക് ഫസ്റ്റ് കിട്ടുന്നിടത്ത് ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടും, ഞങ്ങൾക്ക് സെക്കൻഡ് കിട്ടുന്നിടത്ത് അല്ല ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്നിടത്ത് ഇവർക്ക് സെക്കൻഡ് കിട്ടും. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കളി. ആണല്ലേ? ആശാനെ എടാ ഇത് നിങ്ങളുടെ കളിക്കടയിൽ കട്ടച്ചായ കൊണ്ട് പങ്കരാഷ്ട്ര ഞങ്ങള് അവിടെ നമ്മള് പൊങ്കാവടി ആടി വന്ന അന്ന് ഇഷ്ടപ്പെട്ട് പൊക്കിക്കൊണ്ട് പോന്ന എന്റെ ദൈവം, എനിക്ക് വയ്യ. അതെ വഴക്കം കളിക്കാരനാ. അതെ, രണ്ടുപേരും കൂടി ഒന്നിച്ച സ്ഥിതിക്ക് ഈ ഓണത്തിന് നമുക്കൊരു 2 സ്റ്റെപ്പ് കൂടെ വെക്കണം. വെച്ചിട്ട് തന്നെ ബാക്കിയായി. പക്ഷേ പ്രശ്നമുണ്ട്. സ്റ്റെപ്പൊക്കെ അയാൾ പറഞ്ഞു നോക്കണം. ഞാനാ ഏത് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞാലും അപ്പൊ ഞാൻ കളിക്കും. സാമ്പാർ നീ പാട്. ഞാനും കൂടെ ഒന്ന് കളിച്ചു. Step അറിയാൻ പാടില്ല. നരനെ പരനെ ശിവനെ കളിവളയത്തിൽ വരണേ, നാവിലെ വിഘ്നങ്ങളകറ്റ ഈ സദസ്സിൽ വരണേ. ശിവനെ കളിവളയത്തിൽ വരണേ, നാവിലെ വിഘ്നങ്ങളകറ്റ ഈ സദസ്സിൽ വരണേ. രാമായണ കഥയിലെ സീത, മനോഹരമായൊരു സീത, ദേവി അവതാരമെടുത്തവളാം സീത, പസ്മളമാം ഇതെന്താണ്? ഇതേത് സ്റ്റെപ്പാണിത്? അതെ, ബ്രേക്ക് ഡാൻസ് മിക്സ് ചെയ്ത് പഠിക്കും. ബ്രേക്ക് ഡാൻസ് ഒന്നും പഠിച്ചതല്ല, അളിയത് പണ്ട് ഷോക്ക് അടിച്ചതാണ്. അതിനുശേഷം ഇടയ്ക്ക് ഇങ്ങനെ വരും, ഞാനത് മറന്നു. ചെറുതായിട്ട് ഞാൻ അറിയാത്ത പോലെ അന്നത്തെ സംഭവം വീണ്ടും ആവർത്തിക്കും. അത് കാരണം ഇപ്പൊ എന്നെ ചെന്നൈ ക്ലബ്ബിൽ കളിക്കാനും ചേർക്കാറില്ല. നല്ല കാര്യം. അയ്യോ, എന്റെ എം ടി ഒന്നും ആരൊന്നും വിട്ടല്ലേ? എം ടി സാറേ നമസ്കാരം. ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ബന്ധുക്കളെല്ലാം വന്നിട്ടുണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ ഇവിടെ. ഇത് എന്നെ കൈകൊട്ടിക്കളി പഠിപ്പിക്കണ ആശാനാ. ഓണക്കളി ആശാൻ. ആശാന്റെ ശിഷ്യന്മാര്. ഇത് എന്റെ വൈഫ്. ഓ നമസ്കാരം. ഇതെന്റെ പെങ്ങള്. ആയിക്കോട്ടെ. പിന്നെ ഒരേ ഒരു അളിയനേ ഉള്ളു, അതാണ് ഓ സ്വന്തം അളിയൻ. എം ടി ആണ്. എം ടി ആണല്ലേ? നമസ്കാരം. അളിയനാണ്, ഒന്നും തോന്നരുത്. ഒരു ചെറിയൊരു ഷോക്ക് അടിച്ച് അതിന് ശേഷം ഇങ്ങനെയാണ്, അതുകൊണ്ടാണ്. ഉപദ്രവമൊന്നുമില്ല. കൊടുക്കാൻ പോകില്ലായിരുന്നല്ലോ. കുഴപ്പമില്ല അളിയ. എന്റെ എം ടി അതൊക്കെ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ്. പ്രമോഷൻ എം ടിയുടെ കയ്യിലാണ്. എന്റെ കയ്യെത്താത്ത ദൂരത്ത് നിന്നാ വേറെ പ്രശ്നം. അതെ ആശാനെ, എം ഡി ആയിട്ട് ഒന്ന് നിങ്ങൾ സംസാരിച്ചിരിക്കും, നിങ്ങളുടെ കഥകളൊക്കെ പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ. അല്ല ചേട്ടാ, ചേട്ടനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടോ. ഞാൻ വരാം. പച്ചക്കറി സ്പീഡിലെങ്കിൽ എനിക്ക് അസുഖം വന്ന പെട്ടെന്ന് കട ഓക്കെ. പണ്ടെന്റെ കുഞ്ഞിലേക്ക് ഞാൻ ഈ ഓണക്കളിയൊക്കെ കണ്ടു. ഒറ്റക്കളി കണ്ടിട്ടുണ്ടാ? പിന്നെ ഇഷ്ടമാ? ഈ നിങ്ങൾക്ക് ഈ പണിയല്ലാതെ വേറെ പഠിക്കുന്നു. അയ്യോ, ഓണമായാ നിന്ന് തിരിയാൻ ഇടവില്ല. എല്ലാ ദിവസവും പരിപാടി. ഡെയിലി കളിയാ, ഡെയിലി വീട്ടുമുറ്റത്ത് ആളാ. കടക്കാരി എന്നാ കളിക്ക് വിളിക്കാനുള്ള ആൾക്കാരെ ഡെയിലി പരിപാടിയാ. ഡബിളും ത്രിബിളും ഡബിളും ഒക്കെ ആയിട്ട്. ആണല്ലേ? ഇതൊക്കെ എല്ലാ ദിവസവും ഡബിളും ത്രിബിളൊക്കെ കളിക്കാൻ പ്രശ്നമല്ലേ? എന്ത് പ്രശ്നം? പ്രശ്നമാണെന്നാലും എന്റെ ഒറ്റ കഴിവുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് പോകും. കഴിഞ്ഞ വർഷം ഒരു സംഭവം ഉണ്ടായി. ഞങ്ങൾക്ക് എവിടേക്കായിരുന്നു? തൃപ്രാറന്മാർ 2 കളി, 8 മണിക്ക് 9 മണിക്കും. 8 മണി കളി കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് വണ്ടി ടെക്കറിന് സ്പീഡിൽ വിട്ടുകൊണ്ടിരിക്കുന്നു, മരട്ടിലേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ടെക്കർ പഞ്ചറായി പോയി. അയ്യോ, എന്ത് ചെയ്യാനാണ്? 10 മണിയായി അവിടെ ചെന്നു. അവിടെ ചെന്ന പുരുഷാരം മുഴുവൻ നിൽക്കാണ്. ദാസനാശാനെ തല്ലണം, വൈകിയല്ലേ വന്നത്. ഇവരാണ് വണ്ടിയിൽ നിന്ന് ഇറങ്ങണില്ല. ഞാൻ പറഞ്ഞ ഇറങ്ങണ വണ്ടിയിൽ നിന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഞാൻ കളി കൂടെ മാപ്പ് പറയും. എനിക്ക് പറ്റിയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞാൻ കളി കൂടെ പറയുമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മുണ്ടായിട്ട് സാമ്പാർ തൂത്തി. എന്നിട്ട് തുടങ്ങാം. അങ്ങോട്ട് നിന്നിട്ട് കണ്ണടച്ച് അങ്ങോട്ട് നിന്ന് മാപ്പുതരണമേ ഈ സഭയിൽ തകതീർത്ത് ഇന്നു ഞങ്ങൾക്ക് ഡബിളായിരുന്നു, വരുന്ന വഴിക്ക് വണ്ടി പഞ്ചറുമായി. ഈ സാധനം അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ നോക്കിയപ്പോ ചുറ്റും നിൽക്കണ ജനങ്ങൾ പ്ലക്കാർഡ് ഉയർത്തി പിടിച്ചേക്കാണ്. സോറി ദാസനാശനെ, സോറി. ആണല്ലേ? പിന്നെ എനിക്ക് നോട്ടുമാല കിട്ടിയില്ല. അതവസാനം മേടിച്ചെടുത്തില്ല അവര്. അതെ, ഇതൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോ നേരത്തെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? നുണ പറയാണെന്നുള്ള പരസ്പരം അത് മനസ്സിലാക്കിയത് പറയാം. ഇതിലോട്ടേ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛന് ഇതിനൊക്കെ പോകുമായിരുന്നു. ഏതിന്? ഈ ഓണക്കളി. അല്ല, കളിക്കളി വേണമെങ്കിൽ ഇപ്പൊ ഞാൻ സ്റ്റെപ്പ് പഠിപ്പിച്ചതാണ്. കളിക്കണം. അല്ല, ഞാൻ വലിയൊരു കമ്പനിയുടെ MD ആണ്. അല്ല, ഈ ഓണക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് MD-ക്കല്ല ഏത് തണ്ടിക്കും കളിക്കാം. വിഷയമല്ല, ഞാനൊരു സ്റ്റെപ്പ് ഞാൻ പഠിപ്പിച്ചുതരാം. വേണ്ട, ആരുമില്ല, നമ്മ മാത്രമേ ഉള്ളൂ. നാട്ടിൽ പോയി ഓണത്തിനൊന്നും ഇട്ടു കാണിച്ച് സൈൻ ചെയ്തൂടെ അവരുടെ സാധനം എങ്ങനെയാണെന്നറിയാം. നോക്കാം, അത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചു ഉണ്ട് നമ്മളെപ്പോഴും സാമ്പാർ തൂക്കും. അതാണ് സ്റ്റൈൽ.
ആ അങ്ങനെ കുത്തിയിട്ട് ഇത് നിന്നിട്ട് തത്തര തത്തര ത. പറ്റും സാധനം പറ്റും ഇട്ട് നോക്ക്. ആശാനെ ഒന്ന് ഇട്. ഒന്ന് ഇട്. ആ ഇട്. ഞാൻ പാടിത്തരാം. ഇത് കുരങ്ങുകളിയല്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇവിടെ ശ്രദ്ധിക്കും. തത്തര തത്തര ത. ഇവിടെ ഒഴുകി തലയും ഒഴുകി. മുകളിലേക്ക്. അല്ലേ കൈ കാല് തല മൂന്നെണ്ണത്തിന് ശ്രദ്ധ വേണം. ഇട്ടെ സാനുട്ടെ. ഈ തൈര് കുത്തിയില്ലേലും തൈരല്ല, സാമ്പാർ ഞങ്ങളുടെ കുത്താണ്. ഓക്കേ. ഞാൻ പതുക്കെ കാണിച്ചു തത്തര തത്തര ത. നിസ്സാരം. ഈ കൈ മുകളിലേക്ക്. എത്ര നേരമായി പറഞ്ഞു എന്ന് കാണിച്ചു കൊടുക്കണം. അതെ ഇങ്ങനെ ആശാൻ ഇത്ര ചൂടണ. ഞാൻ അങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. സിമ്പിൾ സ്റ്റെപ്പാ ഇങ്ങനെ. എന്താ സാറേ ഇവർ എന്റെ ബാക്കിൽ ഇവിടെ എല്ലാം നുള്ളുന്നു. എന്തിനാ ആശാനം സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തിട്ട് മനസ്സിലാവും. അയ്യോ സ്റ്റെപ്പ് പഠിക്കാനാണ്. ഞാൻ പഠിക്കാതെ ചട്ടമൊഴി ചന്തിക്ക് വെച്ചിട്ടുണ്ട് ഈ ആശാൻ. മനുഷ്യക്കാരനാണ് സ്റ്റെപ്പ് കാണിച്ചക്കാരനാണ്. സദാശിവന്റെ വീടല്ലേ? അതെ അതെ. ഇതിലാരാ സദാശിവൻ? ഞാനാ എന്താ? ഞാൻ ഒത്തിരി ദൂരേന്ന് വരികയാ. ഓണസദ്യയൊക്കെ തയ്യാറായിട്ടുണ്ടോ? അയ്യോ എല്ലാം റെഡി ആയിട്ടുണ്ട്. എനിക്കും കൂടെ അല്പം തരണം, വിശന്നിട്ട് വയ്യ. അയ്യോ ഊണ് തരാനൊക്കെ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സും എല്ലാവരുമായിട്ട് അടിച്ചു പൊളിക്കാൻ വേണം. ഊണൊന്നുമില്ല, പോവാ നമുക്ക്. ഈ ഓണദിനത്തിൽ നീ ആരെ പ്രതീക്ഷിച്ചിരിക്കുന്നുവോ അയാൾ നിന്നെ തേടിയെത്തും. സൂര്യനായി തഴുകിയുറക്കമോ അച്ഛൻ സാറേ ചെറുപ്പത്തിൽ പുറപ്പെട്ടു പോയ എന്റെ അച്ഛൻ മീൻ മറത്ത് കിട്ടാൻ പുറപ്പെട്ടു പോയ എന്റെ അച്ഛൻ വന്നേക്കളാ. എന്റെ അച്ഛൻ വന്നേക്കണം. അളിയാ എന്റെ അച്ഛൻ വന്നേക്കണം. എല്ലാരും ഓടിവാ. എന്റെ അച്ഛൻ വന്നേക്കണം. അച്ഛാ എന്തായാലും വരാൻ തോന്നിയില്ല. അച്ഛൻ വന്നേക്കണം. അതെ നിങ്ങളൊരു കാര്യം ചെയ്യും. അച്ഛൻ വന്ന സന്തോഷത്തിന് അച്ഛൻ അകത്ത് കൊടുത്ത് ചോറ് കൊടുക്കുക. അല്ല നമുക്ക് എല്ലാവരുടെയും കൂട്ടത്തിലിരിക്കാ പോരെ. മീൻ മറത്ത് വെച്ചേക്കണം. അച്ഛൻ കൊടുക്കും. അച്ഛൻ പോയി ഊണ് കഴിക്കും. അപ്പൊ ആശാൻ ഇനി ഒന്നും നോക്കണ്ട സാറേ, നമുക്ക് ഊണ് കഴിച്ചാൽ എന്നാ ശരി. ഊണ് കഴിക്കാം, കറിയൊക്കെ എടുക്കാം. എന്താന്ന് വെച്ചാൽ ഞങ്ങൾ സഹായിക്കാം. ഇടി ആ പായും കറിയൊക്കെ ഇവിടെ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ? ബൊഫേ അല്ല സാറേ, ഊണ് ഇരുന്നല്ല കഴിക്കുന്നത്. ഇട്ടോ എടുത്തോ ഇട്ടുകൊടു. ഞാൻ പിന്നെ ഇരിക്കാം. ഇട്ടുകൊടു ഇല ഇട്ടുകൊടു. അവിടെ 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 കറിയൊക്കെ കൊടുക്ക്. കഴിക്കും. അതെ സാമ്പാർ കിട്ടിയില്ല. സാമ്പാർ ഒരല്പം മതി, കുറച്ചിട്ടാ മതി. സാമ്പാർ എടുത്തിട്ട് ആരാ പറഞ്ഞത്? എനിക്ക് അസുഖമുള്ള കാര്യം അറിയാലോ. അതിന് സാമ്പാർ കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കേണ്ട കാര്യം. മിണ്ടല്ലേ സാറേ ഒന്ന് തല മാറ്റിക്കോട്ടെ. ഒരു മുരുകാക്കോലും മോളിൽ നിന്ന് വന്നിട്ട് എംഡിയാണ് അറിയോ? സാമ്പാർ ഇലയിലൊഴിക്കാനാണ് പറഞ്ഞത്, അല്ലാണ്ട് തലയിലൊഴിക്കാനല്ല നിന്നോട് പറഞ്ഞത്. ഞാൻ എന്താ കൊടുക്കേണ്ടത്? ഒന്നും കൊടുക്കണ്ട. അല്ല സാറിന് അല്പം സാമ്പാർ വേണ്ട, ആവശ്യത്തിനുണ്ട്. കുറച്ച് വീട്ടിൽ പാഴ്സൽ കിട്ടും. കളികളാണ്. കഴിക്കും. എനിക്ക് ഒരു ഗ്ലാസ് പായസം കുടിക്കാമോ? പായസം വേണം കൊടുത്തു. പായസം വേണം കൊടുത്തേ. എന്ത് വേണം കുടിച്ച് അനങ്ങരുത്. ഞാൻ പറഞ്ഞേക്കാം കേട്ടാ. വന്നപ്പോ ക്ഷമിക്കാണ് വെച്ചു. നല്ലൊരു സോറി സാർ. ഞാൻ തുറച്ചു കൊടുക്കാം. നമ്മൾ തെറ്റ് ചെയ്താൽ ശിക്ഷാനുഭവിക്കാതെ സാറിനെ ക്ഷമിക്കണം സാറേ. ഞാൻ വേറെ ചോറ് തരാം, വേറെ മുണ്ട് തരാം. എന്റെ പ്രൊമോഷന്റെ കാര്യം യു ആർ ഡിസ്മിസ്ഡ്. കൊല്ലോളത്തില്ല. ഈ നിമിഷം നീ ഇവിടെ ഇറങ്ങിക്കോണം. ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. വിളിച്ചിട്ട് പോടി സാധനത്തില്ല. കൊല്ലാൻ നിൽക്കണം. മുണ്ട് കൊടുത്തേക്കട്ടെ. എവിടെ നിന്നില്ലേ? വന്നടി. ഓണം എന്തായാലും
ബഹളായി ആ പടി തട്ടിക്കളഞ്ഞ്. പക്ഷെ ഒരു സന്തോഷമുണ്ട്, ഞാൻ കാത്തിരുന്ന എന്റെ അച്ഛൻ വന്നല്ല, അച്ഛന് ചോറ് കൊടുത്താ. അച്ഛൻ ചോറുണ്ട്, സുഖമായിട്ട് കിടന്ന് ഉറങ്ങാം. ഉറങ്ങണം, നീ പോയി വീശി കൊടുത്തല്ലേ കേട്ടാ. ഞാൻ ഇതൊക്കെ ഒന്ന് ഒതുക്കുക കേട്ടാ. എന്റെ ദൈവമേ. സദാശിവ, നാം മഹാബലിയാണ്. അത്തപ്പൂക്കളവും പൂവിളികളും കൈകൊട്ടിക്കളികളും പാലടപ്രഥമനും. ഇത്തവണത്തെ ഓണത്തിന് നിന്നോടൊപ്പം കൂടാൻ കഴിഞ്ഞതിൽ നാം അതീവ സന്തോഷവാനാണ്. അത് കൊള്ളാം, എന്നോടൊപ്പം കൂടിയെന്നു. അതിന് മഹാബലിയെ ഞാൻ എന്റെ വീട്ടിൽ കണ്ടില്ലല്ലോ. സദാശിവ, നീ കാണാൻ ആഗ്രഹിച്ച നിന്റെ പിതാവായി നിന്നോടൊപ്പം ഓണമാഘോഷിച്ചത് ഈ നാമാണ്. കാരണം പ്രജകളുടെ സന്തോഷമാണ് നമ്മുടെ സന്തോഷം. അതാണ് ഓണം.